വുമൻസ് എഡ്യൂക്കേഷൻ ഹിസ്റ്ററി പോളിസീസ് ആൻഡ് ചലഞ്ചസ് ആണ് എൻ്റെ ടോപ്പിക്ക്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ വുമൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് തടസ്സങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ചലഞ്ചുകൾ അനുഭവിച്ചിട്ടാണ് സോഷ്യോ കൾച്ചറൽ ആയിട്ടുള്ള നോംസ്, അതുപോലെ എക്കണോമിക് ബാരിയേഴ്സ്, ഇൻഎഡ്യൂക്കേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ, അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടിട്ടാണ് വുമൻസ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കുറച്ചെങ്കിലും വന്നിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ഹിസ്റ്ററിയാണ് പറയുന്നത്. ഹിസ്റ്ററിയിൽ ആദ്യത്തേത് വേദിക് പീരീഡ് ആണ്. വേദിക് പീരീഡ് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റ് പീരീഡ് നമ്മളിപ്പോൾ പഠിച്ചല്ലോ കുറേയൊക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഗാർഗി, മൈത്രേയി. അവർ ഏറ്റവും സ്കോളേഴ്സും ഫിലോസഫേഴ്സും ആയിരുന്നു. അന്ന് വേദിക് പീരീഡിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കുറേയൊക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളേഴ്സും ഫിലോസഫേഴ്സും ആയിരുന്നു ഗാർഗി, മൈത്രേയി ഒക്കെ. അവർക്ക് അത്യാവശ്യം നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ പിന്നീട് അങ്ങോട്ടാണ് വുമൻസിന്റെ എഡ്യൂക്കേഷൻ ഇങ്ങനെ കുറഞ്ഞു വരാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ജെൻഡർ ഇനീക്വാളിറ്റികൾ വന്നത്, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം തടസ്സപ്പെടാൻ തുടങ്ങിയതൊക്കെ. പിന്നീട് രണ്ടാമത് വന്നത് മെഡീവിയൽ പീരീഡ്. മെഡീവിയൽ പീരീഡ് ആയപ്പോഴേക്കും സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അവർക്ക് എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ടു തുടങ്ങി. അതിൽ ഒന്നാണ് അന്ന് ഉണ്ടായത് പ്രശ്നങ്ങളാണ് ചൈൽഡ് മാരേജ്, പർദ സിസ്റ്റം, അതുപോലെ ആർട്സ്, ക്രാഫ്റ്റ് ആൻഡ് റിലീജിയസ് സ്റ്റഡീസ് ഒക്കെ അവർക്കൊന്നും ഇല്ലാതെ തുടങ്ങി. ചൈൽഡ് മാരേജ് ഒന്നും ഏറ്റവും കൂടുതൽ ഉണ്ടായ സമയമാണ്. പർദ സിസ്റ്റം വന്നു തുടങ്ങി മെഡീവിയൽ പീരീഡിൽ. ദെൻ തേർഡ് ടൈമാണ്, മൂന്നാമത്തെ പീരീഡാണ് കൊളോണിയൽ എറ. കൊളോണിയൽ എറ എന്ന് പറയുമ്പോൾ സോഷ്യോ കൾച്ചറൽ റീഫോം മൂവ്മെന്റ് നടന്ന ടൈമാണ്. രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ജ്യോതിറാവ് ഫൂലെ അവരൊക്കെ അന്ന് വുമൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. അവര് ചൈൽഡ് മാരേജ്, സതിയും കേട്ടിട്ടുണ്ടാവുമല്ലോ. വിഡോ ബേണിംഗ്, ഒരു ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുക അല്ലെങ്കിൽ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നതാണ്. ചൈൽഡ് മാരേജ് ഉണ്ടായിരുന്നു. അതുപോലെ സതി, ഈ ഇതിനൊക്കെ എതിർത്തിരുന്ന ആൾക്കാരാണ് രാജാറാം മോഹൻ റോയ്, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, ജ്യോതിറാവ് ഫൂലെ എന്നുള്ളതൊക്കെ. പിന്നെ പണ്ഡിറ്റ് രാമബായി, സാവിത്രിബായി ഫൂലെയൊക്കെ അന്നത്തെ വുമൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ്. ജ്യോതിറാവ് ഫൂലെയുടെ ഭാര്യയാണ് ഈ സാവിത്രി ഫൂലെ എന്നുള്ളത്. 1848 ആദ്യത്തെ സ്കൂള്, ഗേൾസിന് വേണ്ടി ആദ്യത്തെ സ്കൂള് പൂനെയില്, മഹാരാഷ്ട്രയിലെ പൂനെയില് ആദ്യമായിട്ട് ഗേൾസിന് വേണ്ട സ്കൂള് 1848 സ്റ്റാർട്ട് ചെയ്തത് സാവിത്രി ഫൂലെയും ജ്യോതിറാവ് ഫൂലെയും കൂടി ചേർന്നിട്ടാണ് കൊളോണിയൽ എറയില്. നെക്സ്റ്റ് പീരീഡ് ആണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ 1947, നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം 1947 പറയുന്നത് ഇൻട്രൊഡ്യൂസ്ഡ് പോളിസീസ്. ആ ടൈമിൽ ഒരുപാട് പോളിസികൾ വന്നിട്ടുണ്ട്. സ്ത്രീകളുടെ എഡ്യൂക്കേഷനും ഇക്വാളിറ്റിക്ക് വേണ്ടി. ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഫണ്ടമെന്റൽ റൈറ്റിൽ വന്നതാണ് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒക്കെ. നമുക്ക് പോളിസികൾ പറയാണ്. പോളിസികൾ വരുന്നത് ആ സമയത്താണല്ലോ പോളിസികൾ വരുന്നത്. അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡിന് ശേഷമാണ് പോളിസികൾ വന്നത്. ഫസ്റ്റ് പോളിസിയാണ് ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1960 ആദ്യത്തെ പോളിസി വന്നത്. ബേസ്ഡ് ഓൺ കോത്താരി കമ്മീഷൻ റെക്കമെൻഡേഷൻസ്. ഇന്ത്യയിലെ മൂന്നാമത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരുന്നു ബേസ്ഡ് കോത്താരി കമ്മീഷൻ. അതിൽ അവരുടെ റെക്കമെൻഡേഷൻസിൽ വന്നതാണ് ഫസ്റ്റ് പോളിസി, ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1964 to 1966. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ആയിരുന്നു ഇത് അനൗൺസ് ചെയ്തത്. എഡ്യൂക്കേഷൻ മോർ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു ദി ഏജ് ഓഫ് 14 years. 14 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തു. അവര് നടപ്പിലാക്കിയതായിരുന്നു 3 ലാംഗ്വേജ് ഫോർമുല, ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ്. അന്ന് ആവശ്യപ്പെട്ടായിരുന്നു 3 ലാംഗ്വേജ് ഫോർമുല പറയുന്നത്. ഹിന്ദി, ഇംഗ്ലീഷ്, റീജിയണൽ ലാംഗ്വേജ്. ഒരു 3 ലാംഗ്വേജ് എന്തായാലും പഠിക്കണം. ഒന്ന് ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ റീജിയണൽ ലാംഗ്വേജ്, നമുക്ക് ഏതാണോ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ലാംഗ്വേജ് അതും. ദെൻ അതിന്റെ റിവൈസ്ഡ് പോളിസിയാണ് 1986 വന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986. ആദ്യത്തെ വന്നത് 1968. അത് റിവൈസ് ചെയ്ത് വന്നതാണ് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ളത്. അവരാണ് വൊക്കേഷണൽ ട്രെയിനിങ്, അഡൾട്ട് ലിറ്ററസി ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാം ഒക്കെ കൊടുക്കുന്നത്. ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാമിനുള്ളതാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഒക്കെ ഉണ്ട്. അത്
ഒക്കെ സാറ് ക്ലാസ് എടുത്തതിൽ പറഞ്ഞാണ്. വൊക്കേഷണൽ ട്രെയിനിങ്, അഡൾട്ട് ലിറ്ററസി ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസ് ഒക്കെ ഈ പോളിസിയിലാണ് വന്നത്. ചൈൽഡ്ഹുഡ് പ്രോഗ്രാംസ്, സ്ട്രെങ്തനിങ് എലമെന്ററി എഡ്യൂക്കേഷൻ, ഇൻക്രീസ് ഇൻ സെക്കൻഡറി സ്കൂൾസ്, ഇതൊക്കെയായിരുന്നു ഈ പോളിസിയിലൂടെ നടപ്പാക്കിയത്. സെക്കൻഡറി സ്കൂൾസ് ഒക്കെ ഇൻക്രീസ് ചെയ്തു. അതുപോലെ സ്ട്രെങ്തനിങ് എലമെന്ററി എഡ്യൂക്കേഷൻ. ദെൻ സെക്കൻഡ് പോളിസിയാണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ സ്കീം 2004. 2004 വന്ന പോളിസിയാണ് കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ സ്കീം എന്നുള്ളത്. ലോഞ്ച് ചെയ്തത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. കേരള ഗവൺമെന്റ് ലോഞ്ച് ചെയ്തതാണ്. പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ഗേൾ ചൈൽഡ് ഫ്രം വീക്കർ സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി. ഏറ്റവും താഴ്ന്ന സെക്ഷനിൽ അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന രീതിയിലുള്ള വീട്ടിലെ കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഇതിനു വേണ്ടി കൊടുക്കുന്ന ഒരു പോളിസിയാണ്. അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞത് ഫ്രീ റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, മീൽസ്, ടെക്സ്റ്റ് ബുക്സ് ടു ഗേൾസ്. അത് SC ST OBCയിലുള്ള കുട്ടികൾക്ക് ഫ്രീ റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, അവർക്ക് റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, മീൽസ്, ഫുഡ്, ടെക്സ്റ്റ് ബുക്സ് ടു ഗേൾസ്. ടെക്സ്റ്റ് ബുക്സ് ഒക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. SC ST OBC മൈനോറിറ്റിക്കാർക്ക്, അതുപോലെ ബിലോ പോവേർട്ടി ലൈന് അവർക്ക്. Then it focus on the holistic development of the girls. ഈ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയ സ്കീമിൽ ഫോക്കസ് ചെയ്തത് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, ഒരു ഫുള്ളായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു. ഗേൾസിന്റെ ഫുള്ളായിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരുന്നു. അതിലുള്ളതാണ് സ്പോർട്സ് ആൻഡ് അതർ ആക്ടിവിറ്റീസ് ഒക്കെ അതിൽ വന്നിരുന്നു. ഇറ്റ്സ് എയിം ടു ബ്രിഡ്ജ് ദി എഡ്യൂക്കേഷണൽ ഗ്യാപ്പ്. ആരുടെയൊക്കെ? ലോ ഫീമെയിൽ ലിറ്ററസി. ഇവര് എയിം ചെയ്തത്, ഈ പോളിസിയിലൂടെ എയിം ചെയ്തത് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ലോ ഫീമെയിൽ ലിറ്ററസി ഒഴിവാക്കുക, അതുപോലെ സമഗ്ര ശിക്ഷ പ്രോഗ്രാമൊക്കെ ഇതിലൂടെ ഇതിനു ശേഷം വന്നതാണ്. ദെൻ തേർഡ് പോളിസിയാണ് നാഷണൽ സ്കീം ഓഫ് ഇൻസെന്റീവ്സ് ടു ഗേൾസ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 2008 വന്ന, 2004 ശേഷം 2008 വന്നൊരു പോളിസിയാണ് നാഷണൽ സ്കീം ഓഫ് ഇൻസെന്റീവ്സ് ടു ഗേൾസ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത്. അവര് കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗേൾസിന് 3000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു സ്കീം കൊടുത്തു. അതിലൂടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇറ്റ് കുഡ് ബി വിത്ഡ്രോൺ 18 years ആൻഡ് 10th class പാസ്. 18 വയസ്സ് കഴിയും വേണം, 10th class പാസ്സാവും ചെയ്താൽ മാത്രമേ ഈ പൈസ വിത്ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ഗേൾസ് പാസിംഗ് ക്ലാസ് 8. ഇതിലൂടെ എല്ലാ പെൺകുട്ടികളും 8th class പാസ്സായി എന്നുള്ളത് പാസ്സാക്കുക എന്നായിരുന്നു ലക്ഷ്യം. ഗവൺമെന്റ് എയ്ഡഡോ ലോക്കൽ ബോഡി സ്കൂൾസ് എവിടെ നിന്നായാലും അങ്ങനെയാണ് പറയുന്നത്. മാരീഡ് ഗേൾസ് ആൻഡ് ഗേൾസ് സ്റ്റഡിങ് ഇൻ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ് വർ എക്സ്ക്ലൂഡഡ്. അതിൽ ഒഴിവാക്കിയ കുറച്ച് ഇതായിരുന്നു മാരീഡ് ഗേൾസ്, കല്യാണം കഴിഞ്ഞ കുട്ടികളെ, അല്ലെങ്കിൽ ഗേൾസ് സ്റ്റഡിങ് ഇൻ പ്രൈവറ്റ് അൺഎയ്ഡഡ് സ്കൂൾസ്. ഈ അൺഎയ്ഡഡ് ആയിട്ടുള്ള സ്കൂൾസ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ, അവരൊക്കെ നിന്ന് ഒഴിവാക്കിയിരുന്നു. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ NSPയുടെ കീഴിലുള്ള ഇതായിരുന്നു ഈ പോളിസി. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ, നമുക്കൊക്കെ സ്കോളർഷിപ്പിന് നമ്മൾ അപേക്ഷിക്കുന്ന ഇപ്പോഴത്തെ ആപ്പ് ഉണ്ടല്ലോ NSP എന്നുള്ളത്, അത് ഇതിൻ്റെയാണ്. ദെൻ ഫോർത്ത് പോളിസിയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് 6 to 14 years. അത് ആർട്ടിക്കിൾ 21A ഇതിൽ വന്നതാണ്. Then ഉള്ളതാണ് ദ ആക്ട് പ്രോഹിബിറ്റ്സ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ചിൽഡ്രൻ ഫ്രം വീക്കർ സെക്ഷൻസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്. വീക്കർ സെക്ഷൻസും ഡിസഡ്വാൻറ്റേജ്ഡ് ഗ്രൂപ്പ്സിനും ഉള്ള കുട്ടികൾ തമ്മിലുള്ള അവിടുത്തെ കുട്ടികളുടെ ഡിസ്ക്രിമിനേഷൻ ആക്ട് പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മാൻഡേറ്ററി അഡ്മിഷൻ ഫോർ പ്രൈവറ്റ് സ്കൂൾസ് 25%. അവിടെ അതായത് സർ ഏറ്റവും കൂടുതൽ മാൻഡേറ്ററി അഡ്മിഷൻ പറയുന്നത് പ്രൈവറ്റ് സ്കൂളുകളിൽ നിർബന്ധമായിട്ടും 25% സീറ്റ്സ് ഈ കുട്ടികൾക്കുള്ളതാണ്. എന്ന് വെച്ചാൽ മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, വീക്കർ സെക്ഷൻസ്, ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പ്സ്, അവർക്കുള്ളതാണല്ലോ 25% സീറ്റ് ഓരോ സ്കൂളിലെയും. അത് പ്രൈവറ്റ് സ്കൂളാണെങ്കിൽ പോലും അത് ഈ പോളിസിയിലൂടെ പറയുന്നതാണ്. ടീച്ചർ ക്വാളിഫിക്കേഷൻസ് ആൻഡ് ട്രെയിനിങ്സ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലൂടെ ഉറപ്പുവരുന്നതാണ് ടീച്ചർ ക്വാളിഫിക്കേഷനും ട്രെയിനിങ്ങും. ദെൻ അഞ്ചാമത്തെ പോളിസിയാണ് ഉഡാൻ. ഉഡാൻ മീൻസ് 2013 നടപ്പിലാക്കിയ പോളിസിയാണ് ഉഡാൻ. ഡെവലപ്മെന്റൽ സ്കീംസ് ടു വുമൺ ഓഫ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലുള്ള വുമൻസിന് വേണ്ടി അവരുടെ ഡെവലപ്മെന്റൽ സ്കീമാണിത്.
ഇതിലൂടെ നടപ്പിലാക്കുന്ന വുമൻസ് എഡ്യൂക്കേഷനും അതുപോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസും, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, ഇനീക്വാളിറ്റികളില്ലാതെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് എൻഹാൻസ് ചെയ്യുന്നത്. അതുപോലെ ഫ്രീ റിസോഴ്സസ് മീൻസ് ടെക്സ്റ്റ് ബുക്സ്, ഫുഡ്, അങ്ങനെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഫ്രീ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉഡാൻ പോളിസികളിലൂടെ. അതുപോലെ എൻഹാൻസ് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ലേണിംഗ്, സയൻസ് മാത്തമാറ്റിക്സ് ഫീൽഡിലേക്കൊക്കെ സ്ത്രീകൾ അതിനു മുന്നത്തെ ടൈമിലൊക്കെ വരല് കമ്മിയായിരുന്നു, കുറവായിരുന്നു ആ സമയത്ത്. അത് എൻഹാൻസ് ചെയ്തു. സയൻസ് മാത്തമാറ്റിക്സ് പോലുള്ള ഫീൽഡിലേക്കൊക്കെ സ്ത്രീകൾ വരാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്ത എൻഹാൻസ് ചെയ്തൊരു പോളിസിയാണ് ഉഡാൻ 2013. എംപവർ ഡിസഡ്വാൻറ്റേജ് ഗേൾസിനെ എംപവർ ചെയ്തു. ദെൻ 6th പോളിസിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. 2015 സൊസൈറ്റൽ മൈൻഡ് സെറ്റ്സ്, പെൺകുട്ടികളോടുള്ള സൊസൈറ്റൽ മൈൻഡ് സെറ്റ്സ് ഒക്കെ ചിന്താഗതികളൊക്കെ ചേഞ്ച് ചെയ്തൊരു പോളിസിയാണിത്. ടു പ്രൊമോട്ട് ചൈൽഡ് സെക്സ് റേഷ്യോ ആൻഡ് ഗേൾ ചൈൽഡ് എഡ്യൂക്കേഷൻ, പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉയർത്തുകയും അതുപോലെ തന്നെ സെക്സ് റേഷ്യോ ഉയർത്തുകയും ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. ദെൻ ടു പ്രൊമോട്ടിംഗ് ഗേൾസ് സേഫ്റ്റി ആൻഡ് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റിയിൽ സമൂഹത്തിലുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ കൂടുതലാക്കുകയും അവരുടെ പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയുമാണ് ഇതിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇറ്റ് ഫോക്കസസ് ഓൺ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് ഇൻക്രീസിംഗ് ദി ഗേൾ ചൈൽഡ് സ്കൂൾ എൻറോൾമെന്റ്. ഇത് ഫോക്കസ് ചെയ്തിരുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആയിരുന്നു. അതുപോലെ സ്കൂളിലേക്ക് വരുന്ന പെൺകുട്ടികളുടെ അവരുടെ പെൺകുട്ടികളുടെ എണ്ണം കൂട്ടുകയുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പ്രിവെന്റിംഗ് ഏർലി മാരേജസ് ആൻഡ് എൻഷുറിംഗ് ലോങ് ടേം എംപവർമെന്റ്. നേരത്തെ ഏർലി മാരേജസ്, 18 വയസ്സിന് മുന്നുള്ള വിവാഹങ്ങള്, അതുപോലെ ലോങ് ടേം എംപവർമെന്റ്, സ്ത്രീകൾക്ക് ഇതിലൂടെ പ്രിവെന്റ് ചെയ്തിരുന്നത് 18 വയസ്സിന് മുന്നേ നടന്നിരുന്ന വിവാഹങ്ങള് പ്രിവെന്റ് ചെയ്തു. ഏർലി മാരേജസ്, ലോങ് ടേം എംപവർമെന്റ് ഒക്കെ പ്രിവെന്റ് ചെയ്യാണ്. ദെൻ പോളിസി 7ാമത്തെ സുകന്യ സമൃദ്ധി യോജന 2015 വന്നത്. ലോഞ്ച്ഡ് അണ്ടർ ദ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ 2015 വന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ അണ്ടറിൽ വന്ന ഒന്ന് തന്നെയാണ് സുകന്യ സമൃദ്ധി യോജന. Financial aid to poor women who are unable to pursue their education due to financial constraints. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം തുടരാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നൊരു പോളിസിയാണിത്. ചെറിയൊരു ഡെപ്പോസിറ്റ്, അത്യാവശ്യം നല്ലൊരു ഇൻട്രസ്റ്റോടെ ചെറിയൊരു ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ വന്നൊരു പോളിസിയാണിത്. എ ഗേൾ ചൈൽഡ് അണ്ടർ ദ ഏജ് ഓഫ് 10, 10 വയസ്സിന് താഴെ പെൺകുട്ടികൾക്ക് ഉള്ളതാണിത്. പാരന്റ്സ് ഓർ ലീഗൽ ഗാർഡിയൻസ് ക്യാൻ ഓപ്പൺ ആൻ അക്കൗണ്ട്. പാരന്റിന് അല്ലെങ്കിൽ ഒരു ലീഗലായിട്ടുള്ള ഒരു ഗാർഡിയനോ ഓപ്പൺ ചെയ്യാം കുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ബാങ്കിലോ. അതിനാണ് സുകന്യ സമൃദ്ധി യോജന 2015. ദെൻ നാഷണൽ പോളിസി, ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2000. The National Education Policy NEP 2020. ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് പറയാണ്. ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി ആയിട്ട് പറയുന്നത് NEP ആണ്. 21st സെഞ്ചുറിയിലെ ജൂലൈ 29, 2020 ജൂലൈ 29 പോളിസി പ്രഖ്യാപിച്ചത്. ജെൻഡർ ഇൻക്ലൂസീവ് കരിക്കുല, ജെൻഡർ സെൻസിറ്റീവ് ടീച്ചർ ട്രെയിനിങ് ആൻഡ് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ഗേൾസ് ഫ്രം മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. മാർജിനലൈസ്ഡ് ഉള്ള കമ്മ്യൂണിറ്റീസിലെ ഗേൾസിന് അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ളൊരു പോളിസി ആയിരുന്നു. അതിലൂടെയാണ് ജെൻഡർ ഇൻക്ലൂസീവ് കരിക്കുല, അതേപോലെ സെൻസിറ്റീവ് ടീച്ചർ ട്രെയിനിങ് ഒക്കെ വന്നത് ഈ പോളിസിയിലൂടെയാണ്. റീഇൻഫോഴ്സിംഗ് ദി ഗവൺമെന്റ് കമ്മിറ്റ്മെന്റ് ടു ബ്രേക്കിംഗ് ദി സൈക്കിൾ ഓഫ് ജെൻഡർ ഡിസ്പാരിറ്റിയുടെ സൈക്കിൾ ബ്രേക്ക് ചെയ്യുക എന്നുകൂടി ലക്ഷ്യമാക്കിയിട്ടായിരുന്നു. ഇതിലൂടെയാണ് 5+3+3+4 സ്ട്രക്ചർ നടപ്പിലാക്കുന്നത്. ആ സ്ട്രക്ചർ കൊടുക്കുന്ന പോളിസി ആയിരുന്നു ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളത്. ദെൻ പരാഗ്, ദ നാഷണൽ അസസ്മെന്റ് സെന്റർ ആണ് ഗൈഡ് അസസ്മെന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ. പരാഗ് എന്നുള്ളത് വന്നത് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെയാണ്. ഈ ചലഞ്ചസുകൾ, വുമൻസ് എഡ്യൂക്കേഷൻ ഒരുപാട് ചലഞ്ചുകൾ നേരിട്ടിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് സോഷ്യോ എക്കണോമിക് ചലഞ്ചസ്.
എത്രയൊക്കെ പോളിസികൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്തൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് സോഷ്യോ എക്കണോമിക് ചലഞ്ചസ് അവര് സാമൂഹികപരമായിട്ടും അതുപോലെ ഫിനാൻഷ്യൽ ആയിട്ടും എക്കണോമിക് ആയിട്ടും ഒരുപാട് ചലഞ്ചുകൾ നേരിട്ടിട്ടുണ്ട്. പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് പാട്രിയാർക്കൽ ആറ്റിറ്റ്യൂഡ്സ് അവർക്കൊരു ചലഞ്ചായിരുന്നു. പുരുഷാധിപത്യം എന്നൊക്കെ പറയില്ലേ, എന്തൊക്കെ പോളിസി വന്നു കഴിഞ്ഞാലും സ്ത്രീകൾക്ക് എങ്ങനെയായാലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു പുരുഷാധിപത്യത്തിലൂടെ. അവർക്ക് കുറച്ച് എവിടെ ചെന്ന് നോക്കിയാലും നമ്മൾ കാണുന്നതല്ലേ, ഇപ്പൊ ഒരു ജോലി സ്ഥലത്തായിക്കോട്ടെ അവരുടെ വേതനത്തില് മാറ്റണ്ട് പറഞ്ഞാൽ പോലും ചേഞ്ച് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കില്ല. നമുക്ക് കേരളത്തില് അകത്തായാലും ഇനിയിപ്പോ കേരളത്തിന് പുറത്തു പോയാലൊക്കെ അങ്ങനെ തന്നെയാണ്. അതുപോലെ ഇൻഫ്രാസ്ട്രക്ചറൽ ഗ്യാപ്സ് ഉണ്ട്. പിന്നെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ഓർ അക്കാഡമിക്സ്. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കുടുംബത്തിന്റെ ചുമതല ഏൽക്കണം, അല്ലെങ്കിൽ കുടുംബത്തെ നോക്കുക, വീട്ടുജോലികൾ ചെയ്യുക, അത് മാത്രമാണ് അവളുടെ റെസ്പോൺസിബിലിറ്റി. അല്ലാതെ അക്കാഡമിക്കോ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ പിന്നീട് വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് മതി, പുറത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയാണ്. ഇത് അവരനുഭവിക്കുന്ന ഒരു ചലഞ്ചാണ്. ദെൻ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് ഓഫ് ഗേൾസ് അറ്റ് ദി സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ലെവൽസ്. ഇനിയിപ്പോ സ്കൂളിൽ ചേർന്നു എന്നിരിക്കട്ടെ, പക്ഷേ സെക്കൻഡറി ലെവലിലോ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ലെവൽസിലോ ആയിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരുപാട് ഡ്രോപ്പ് ഔട്ട് റേറ്റുകളും ഉണ്ട്. അത് കുറയല്ല, കൂടുക തന്നെയാണ് ഇപ്പോഴും. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, സോഷ്യൽ പ്രഷർ ആൻഡ് ജെൻഡർ സെൻസിറ്റീവ് ഫെസിലിറ്റീസ് ഒക്കെ പിന്നെ ഇതിൽ പറയുന്നതാണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, അതുപോലെ ജെൻഡർ സെൻസിറ്റീവ് ഫെസിലിറ്റീസ്. പെൺകുട്ടികൾക്ക് ഇപ്പോഴും പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ്, കേട്ടല്ലോ. പ്രധാനമായിട്ട് അവർ ആവശ്യപ്പെടുന്ന ഫെസിലിറ്റി എന്ന് പറയുന്നത് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ പോലും ഇല്ലാത്തവർ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിൽ പറയുന്ന ഒരു ഡ്രോപ്പ് ഔട്ട് റേറ്റ് കൂടി വരുന്നതിന്റെ ഒരു ചലഞ്ചാണ്. ദെൻ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. നമുക്കിതിന് ചെയ്യാൻ പറ്റുന്നത് റേസ് അവയർനെസ്, ഒരുപാട് ബോധവൽക്കരണ കാര്യങ്ങൾ ചെയ്യാം. ഡൊണേറ്റ് ആൻഡ് സ്പോൺസർ വെച്ചാൽ ഈ അന്നാമൃത അതുപോലെ സ്മൈൽ ഫൗണ്ടേഷൻ എന്നുള്ളതൊക്കെ ഓരോ സ്പോൺസർഷിപ്പ് ചെയ്യുന്ന ഇതാണ്. സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കുന്ന ഫൗണ്ടേഷൻസ് ആണ്. അവർക്ക് ഡൊണേറ്റ് അവരുടെ ഇതിന്ന് ഡൊണേഷൻസ് എടുക്കുക, അതുപോലെ സ്പോൺസർഷിപ്പ് ചെയ്യിക്കുക. കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്യുമല്ലോ, അതിനുള്ള കാര്യങ്ങൾ നോക്കുക. ഹോസ്റ്റ് എഡ്യൂക്കേഷണൽ ഇവന്റ്സ്, ഒരുപാട് ഇവന്റ്സ് സംഘടിപ്പിക്കാം നമുക്ക്. എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായുള്ള രീതിയിൽ വിദ്യാഭ്യാസം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവന്റ്സ് സംഘടിപ്പിക്കുക. അഡ്വക്കേറ്റ് ഫോർ പോളിസി ചേഞ്ച്, പോളിസികൾ ചേഞ്ച് ആയിട്ട് അതിലൂടെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുക, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് പോളിസി ചേഞ്ച് ആക്കാൻ നോക്കുക. സപ്പോർട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ. സ്റ്റെം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സയൻസ് മാത്തമാറ്റിക്കൽ ഫീൽഡൊന്നിലും കൂടുതലായിട്ട് സ്ത്രീകൾ വരുന്നില്ല. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ആ ഫീൽഡിലൊക്കെ ഒന്നും കൂടി സ്ത്രീകൾ വരാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ അതിലേക്ക് കൂടുതലായി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുക. പ്രൊമോട്ട് ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസിയെ കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കുക, അത് അവർക്ക് പ്രൊമോട്ട് ചെയ്യുക. ദെൻ പ്രൊവൈഡ് ഫിനാൻഷ്യൽ എയ്ഡ്. എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും സാമ്പത്തികപരമായിട്ട് അവർക്ക് ഉയർന്ന എന്നാലേ ഉള്ളൂ എഡ്യൂക്കേഷനിൽ കുറക്കം സാധ്യമുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുള്ളൂ, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. റോൾ ഓഫ് ടീച്ചേഴ്സ് ഇൻ ഇംപ്ലിമെന്റിങ്. ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ബി എ റോൾ മോഡൽ, നമുക്കൊരു മോഡലായി കാണിച്ചു കൊടുക്കാം. അത് സ്റ്റീരിയോ ടൈപ്സിനെ ചലഞ്ച് ചെയ്യുക, അതുപോലെ ഒരു ഇൻക്ലൂസീവ് എൻവിയോൺമെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ദെൻ മെന്റർഷിപ്പ്, ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രാക്ടിക്കൽ ജെൻഡർ റെസ്പോൺസീവ് പെഡഗോഗി, അങ്ങനത്തെ രീതിയിലുള്ള എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. ജെൻഡർ റെസ്പോൺസീവ് ആയിട്ടുള്ളത്. ദെൻ സേഫ്റ്റി ആൻഡ് വെൽബീയിങ്, പെൺകുട്ടികളുടെ സേഫ്റ്റിയും വെൽബീയിങ്ങും എൻഷുർ ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ നീഡ്സ്, അവർക്ക് വേണ്ട വാഷ്റൂം, ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക, അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള. ദെൻ എഡ്യൂക്കേഷൻ ഓൺ ക്രിട്ടിക്കൽ ടോപ്പിക്സ് പ്രൊവൈഡ്, അവർക്ക് അവരുടെ മെൻസ്ട്രേഷൻ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംബന്ധിച്ച വിദ്യാഭ്യാസം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹു ഈസ് ദി മദർ ഓഫ് വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ്. ഓപ്ഷൻസ് ഇതാണ്. നമ്മളിതിൽ ആൻസർ പറയുന്നത് സാവിത്രിബായി ഫൂലെയാണ്. സാവിത്രിബായി ഫൂലെയാണ് മദർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ വിച്ച് ഈസ് ദി ഇന്ത്യസ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി. ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE ആണ്. Then third question, which is the latest education policy? Latest education policy, National Education Policy NEP ആണ്. Then in Vedic period there are two noted women scholars. Who are they?
That's Gargi and Maitreyi. Then which of the below statements are correct? Women like Gargi and Maitreyi were known for their scholarship in Vedic period. In Vedic period, women were allowed to participate in philosophical debates. Education for women was completely banned during the Vedic period. ഇതിൽ ഏതാണ് കറക്റ്റ്? കറക്റ്റ് ഒന്നും രണ്ടും ആണ്. വുമൺ ഗാർഗി മൈത്രേയി ആണ് ആ ടൈം വേദിക് പീരീഡില് സ്കോളേഴ്സ്. അതുപോലെ വേദിക് പീരീഡിൽ സ്ത്രീകൾക്ക് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു ഫിലോസഫിക്കൽ ഡിബേറ്റ്സിലൊക്കെ. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ബിലോ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ഇതിൽ ഏതാ കറക്റ്റ് എന്ന് നോക്കിയാൽ സാവിത്രിബായി ഫുലെ ഓപ്പൺഡ് അറ്റ് the first girls school in Pune. Ishwar Chandra Vidyasagar supported widow remarriage and promoted girls education. Rajaram Mohan Roy worked for the abolition of sati and education for girls. മൂന്നും ശരിയാണ്. Then in benefits of women's education, which of the below statements are incorrect? ഇതിൽ ഏതാണ് തെറ്റ് എന്നാണ് ചോദിക്കുന്നത്. It leads to better health and nutrition outcomes for the family. It increases women's workforce participation and economic growth. It increases fertility rates in society. ഇതിൽ ഏതാ ഇൻകറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെയാണ് ഇൻകറക്റ്റ്. ഇറ്റ് ഇൻക്രീസസ് ഫെർട്ടിലിറ്റി റേറ്റ്സ് ഇൻ സൊസൈറ്റി. വുമൻസ് എഡ്യൂക്കേഷനിലൂടെ ഫെർട്ടിലിറ്റി റേറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന പറയുന്നത് തെറ്റാണ്. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ ചലഞ്ച് ഫോർ വുമൻസ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ വുമൻസ് എഡ്യൂക്കേഷനിലുള്ള ഒരു ചലഞ്ച് അല്ലാത്തത് ഏതാന്ന് ചോദിക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ചലഞ്ച് എന്ന് ചോദിക്കുന്നത്. ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഏർലി മാരേജ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആണ് ചലഞ്ച് അല്ലാത്തത്. ദെൻ അസേഷൻ ആണ്, വുമൻസ് ലിറ്റററി റേറ്റ് ഇൻ ഇന്ത്യ ഈസ് ലോവർ ദാൻ മെൻസ് ലിറ്റററി റേറ്റ്. അതിന്റെ റീസൺ ആയിട്ട് പറയുന്നത് സോഷ്യൽ ബാരിയേഴ്സ് ലൈക്ക് ഏർലി മാരേജ്, ജെൻഡർ ബയസ് ആൻഡ് ലാക്ക് ഓഫ് സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്കറേജ് ഗേൾസ് ഫ്രം കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ പറയുന്നത് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി സോഷ്യൽ റിഫോമേഴ്സ് വിത്ത് ദയർ കോൺട്രിബ്യൂഷൻ ആണ് പറയുന്നത്. കറക്റ്റ് ആൻസർ എ, നാലാമത്തെ ഡി ആണ്. സാവിത്രിബായ് ഫൂലെ ഫസ്റ്റ് ഗേൾസ് സ്കൂൾ ഇൻ പൂനെ ഓപ്പൺ ചെയ്തതാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ പ്രൊമോട്ടഡ് വിഡോ മാരേജ്. ദെൻ രാജാറാം മോഹൻ റോയ് abolition of sati. Pandita Ramabai education and upliftment of widows. Okay. That's all. Thank you.